പരിശുദ്ധതയുടെ പർദീസയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുക കോർട്ടോണയിലെ വിശുദ്ധ മാർഗരറ്റിനെയാണ്. തിരിച്ചുവരവുകളെ ആഘോഷമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിശുദ്ധ മാർഗരറ്റിൻ്റെ ജീവിതത്തിലൂടെ കാണുന്നത്. മാർഗരറ്റ് ജനിച്ചത് 1247 ഇറ്റലിയിലെ ലാവിയാനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാർഗരറ്റിൻ്റെ മാതാപിതാക്കളോടൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം ആയിരുന്നു. അതിനുശേഷം മാർഗരറ്റിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാർഗരറ്റിൻ്റെ അമ്മ മരണപ്പെട്ടു പോവുകയാണ്. മാർഗരറ്റിനെ പക്ഷേ അമ്മയുടെ കൂടെ ആയിരുന്ന ആ ഒരു കാലഘട്ടം വരെ അമ്മ പ്രത്യേകമായിട്ട് മകളെ ഒരു ദൈവവിശ്വാസത്തിൽ വളർത്തുവാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചിരുന്നു. അതിനാൽ തന്നെ ചെറുപ്പത്തിലെ ആ ഒരു പ്രാർത്ഥനാനുഭവം മാർഗരറ്റിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം മാർഗരറ്റിൻ്റെ പിതാവ് മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. അതിനുശേഷമാണ് കുഞ്ഞു മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടകരമായ അനുഭവങ്ങൾ പിന്നെ ഉണ്ടാകുന്നത്. അമ്മ നൽകിയിരുന്ന ആ ഒരു കരുതലോട് കൂടി ആയിരുന്നില്ല രണ്ടാനമ്മ അവളെ നോക്കിയിരുന്നത്. അതിനാൽ തന്നെ വളരെ വേദനയേറിയ നിരവധി അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. അവൾക്ക് പലപ്പോഴും തിരസ്കരണങ്ങൾ ലഭിച്ചു രണ്ടാനമ്മയിൽ നിന്ന്. അപ്പൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അപ്പൻ ഇതിനെ എതിർക്കാനോ അവൾക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനോ അവളെ സംരക്ഷിക്കുവാനോ ഒക്കെ ആയിട്ടൊന്നും അതിനുള്ളൊരു വോയിസ് അപ്പന് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ തൻ്റെ രണ്ടാനമ്മയിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ അവളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു, അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് മാർഗരറ്റിൻ്റെ ആ ഒരു ബാല്യ കാലഘട്ടം കടന്നു പോകുന്നത്. അതിനുശേഷം മാർഗരറ്റ് യൗവനത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു യൗവന കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർഗരറ്റിന് വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹരാഹിത്യവും തിരസ്കരണവും വീട്ടിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്ത ഒരു അവസ്ഥയും എല്ലാമൊക്കെ കൊണ്ട് തന്നെ അവൾ സ്വാഭാവികമായും പാപകരമായൊരു ജീവിതം തന്നെ തിരഞ്ഞെടുത്തു. അവളുടെ ആ ഒരു യൗവന കാലഘട്ടത്തിൽ അവൾ ലൗകിക സുഖങ്ങളിലൊക്കെ മുഴുകാൻ തുടങ്ങി. നിരവധി ബന്ധങ്ങളൊക്കെ അവൾക്കുണ്ടായി. അങ്ങനെ ഈ ഒരു സമയത്ത് അവൾ ഒരു സമ്പന്നനായൊരു യുവാവുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അങ്ങനെ ഈ ഒരു സ്നേഹബന്ധം വളരെ ശക്തമായി മുന്നോട്ട് പോയി. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം ഇവരൊരുമിച്ച് അവരായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി ഈ യുവാവിൻ്റെ ഒരു കാസിൽ അല്ലെങ്കിൽ ഒരു കോട്ട ഉണ്ട്, അവിടേക്ക് ഇവർ മാറി താമസിക്കുവാനായിട്ട് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഇരുവരും ഒരുമിച്ച് ഏകദേശം ഒരു 9 വർഷത്തോളം ഇവർ വിവാഹം ചെയ്യാതെ തന്നെ ഒരുമിച്ച് ആ ഒരു കോട്ടയ്ക്കുള്ളിൽ അവർ ജീവിക്കുകയാണ്. അതിൽ അവർക്ക് ഒരു കുഞ്ഞിനെയും ലഭിക്കുന്നുണ്ട്, ഒരു മകനെ. അങ്ങനെ വളരെ പാപകരമായൊരു ജീവിതമാണ് മാർഗരറ്റിൻ്റെ ആ ഒരു യൗവന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ മാർഗരറ്റിന് പലപ്പോഴും ഈ ഒരു പാപാവസ്ഥയിൽ ജീവിച്ചിരുന്നെങ്കിലും അവൾക്ക് ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, താൻ ചെയ്യുന്നത് തെറ്റാണ്, തനിക്കിതിൽ നിന്ന് മാറണം എന്നുള്ള ഒരു തോന്നലൊക്കെ അവളുടെ ഉള്ളിൽ പലപ്പോഴും അവളുടെ മനസാക്ഷി കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഏകാന്തതയിലിരുന്ന് അവൾ ആലോചിക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവൾക്ക് അതിനുള്ളൊരു സാധ്യത അവളുടെ മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിന് ശേഷമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരിക്കൽ അവളുടെ കാമുകൻ ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയുടെ ആവശ്യവുമായി പുറത്തേക്ക് പോവുകയാണ്, ദൂരസ്ഥലത്തേക്ക്. അയാളുടെ ഒപ്പം നായയും അയാളെ പിന്തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ പോയി അയാളുടെ തിരിച്ചു വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് കാത്തിരിക്കുന്ന ആ ദിവസത്തിൽ അവൾ കാണുന്ന കാഴ്ച നായ മാത്രം തിരിച്ചു വരുന്നു, പക്ഷേ കൂടെ തൻ്റെ കൂട്ടുകാരനില്ല. അപ്പോൾ ഈ നായ വന്നിട്ട് പ്രത്യേക രീതിയിലൊക്കെ പെരുമാറുവാൻ തുടങ്ങി അവളുടെ അടുത്ത് വന്നിട്ട്. അപ്പോൾ അവളുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുകയും അങ്ങനെ അപ്പോൾ അവൾക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അവൾ ഈ നായയെ പിന്തുടർന്ന് നായയോടൊപ്പം പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വിജന സ്ഥലത്തേക്ക് നായ അവളെ നയിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവിടെ കൊല്ലപ്പെട്ട അവസ്ഥയിൽ ആ ഒരു വിജന പ്രദേശത്ത് കിടക്കുകയാണ്. അവളിൽ എല്ലാം ശൂന്യമായി പോയ ഒരവസ്ഥ, മുന്നിൽ ശൂന്യത മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ് അവൾക്കുണ്ടായത്. തനിക്കിനി എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം ഒന്നും ഒരു ഗ്രാഹ്യമില്ലാത്തൊരവസ്ഥ അവൾക്കുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് അവൾ ആ നിമിഷം മുതലാണ് അവൾ ചിന്തിക്കാൻ തുടങ്ങിയത്, തനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം, തനിക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു
തോന്നൽ ശക്തമായിട്ട് അവളുടെ മനസ്സിൽ തോന്നിത്തുടങ്ങി. പിന്നീട് അയാളുടെ മരണശേഷം അവൾ തൻ്റെ മകനെയും കൂട്ടി ആ കോട്ട വിട്ട് ഇറങ്ങുകയും തിരിച്ച് തനിക്ക് നല്ല വഴിയെ നടക്കണമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി അവൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി അവൾ ആദ്യം തീരുമാനിക്കുന്നതാണ് തൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാമെന്ന്. അങ്ങനെ അവൾ തൻ്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. നമുക്ക് അറിയാം, സ്വാഭാവികമായും അവളുടെ കുടുംബാന്തരീക്ഷത്തിലെ ആ ഒരു സാഹചര്യം അനുസരിച്ച് എന്തായാലും അവളെ അവിടെ സ്വീകരിക്കില്ല. അപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. അവൾ തിരികെ അവളുടെ വീട്ടിലേക്ക് ചെന്നെങ്കിൽ കൂടി അവളുടെ മാതാപിതാക്കൾ അവളെ സ്വീകരിച്ചില്ല. അവളുടെ രണ്ടാനമ്മ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല, നീ എല്ലാം വിട്ടിറങ്ങിയവളാണ്, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കയറ്റുകയില്ല എന്ന് പറഞ്ഞ് അവളെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പിന്നീട് അവൾ തൻ്റെ മകനെയും കൂട്ടി മറ്റൊരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് യാത്രയാവുകയാണ്. തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു അവൾക്കുണ്ടായത്. കാര്യം തനിക്കിനി എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിഞ്ഞുകൂടാത്ത അവസ്ഥ. അങ്ങനെ അവൾ നടന്ന് ആദ്യം എത്തുന്നത് ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിലാണ്. അവൾ തൻ്റെ നല്ല വസ്ത്രങ്ങൾക്കൊക്കെ പകരമായിട്ടൊരു ചാക്കുവസ്ത്രം ധരിച്ച്, പ്രായശ്ചിത്തത്തിൻ്റെ അടയാളമായിട്ട് അവൾ ചാക്കുവസ്ത്രം ധരിച്ച് വളരെ അനുതാപത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് അവൾ അന്ന് ആ ആശ്രമത്തിലെത്തുക. അപ്പോൾ ഇവൾ വന്ന് ആശ്രമവാതിലിൽ മുട്ടിയപ്പോൾ തന്നെ 2 സന്യാസിമാർ ഇറങ്ങി വന്നു. അവർ വന്ന് അവളെ കണ്ടു. പക്ഷേ അവരവിടെ സ്വീകരിക്കുമെന്ന് അവൾ കരുതി. അവരിവളെ നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊക്കെ കണ്ടു. പക്ഷേ അവൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവളെ നോക്കിയിട്ട് പറഞ്ഞു, നീ വളരെ സൗന്ദര്യവതിയാണ്, പക്ഷേ നിനക്ക് ഇവിടെ ആശ്രമത്തിൽ താമസിക്കാൻ പറ്റുകയില്ല എന്നുള്ള മട്ടിൽ അവർ ആശ്രമത്തിലേക്ക് തിരികെ കയറിപ്പോയി. അവളെ അവിടെ സ്വീകരിച്ചില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് വീണ്ടും അവൾ ഇനി എങ്ങോട്ടെന്ന് അറിഞ്ഞുകൂടാതെ വീണ്ടും അവിടെ നിന്ന് തൻ്റെ കുഞ്ഞിനെയുമായിട്ട് അവിടെ നിന്ന് യാത്ര പോകുന്നത്. അങ്ങനെ ഇവൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മറ്റ് 2 സ്ത്രീകൾ ഇവളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവളെ കണ്ട ഉടനെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്ന, ആ നാട്ടിൽ അറിയപ്പെടുന്ന 2 സ്ത്രീകളാണ്. അപ്പോൾ സാമൂഹ്യ ശുശ്രൂഷയൊക്കെ ചെയ്ത് ജീവിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഇവളെ കാണുമ്പോൾ അവർക്ക് എന്തോ പ്രത്യേകത ഇവളിൽ തോന്നും. മാർഗരറ്റിന് എന്തോ അവളെന്തോ ഒരു വിഷമത്തിലൂടെയാണ് പോകുന്നതെന്ന് അവരുടെ ഉള്ളിൽ തോന്നി അവരെ വന്ന് ഇവളോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് തുറന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേട്ട ഉടനെ അവർക്ക് മനസ്സിലാവും ഇവൾ ഉള്ളിൽ നിന്ന് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇതെല്ലാം പറയുന്നതെന്നും അവളുടെ ഉള്ളിൽ യഥാർത്ഥമായൊരു മാനസാന്തരം ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹപൂർവ്വം അവരുടെ ഭവനത്തിലേക്ക് അവളെ സ്വീകരിക്കുന്നു. പിന്നീട് അവൾ തുടർന്നുള്ളൊരു കുറച്ച് നാളുകൾ ഇവരോടൊപ്പമാണ് അവളുടെ കുഞ്ഞും കഴിഞ്ഞുകൂടുക. വളരെ സമ്പന്നമായൊരു അവസ്ഥയിലാണ് മാർഗരറ്റ് ഇത്രയും നാൾ ജീവിച്ചിരുന്നെങ്കിൽ കൂടിയും ഈയൊരു ജീവിതത്തിലേക്ക് അവളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞ് അവൾ വന്ന ഈയൊരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു എളിയ ജീവിതത്തിൽ നയിക്കുമ്പോൾ അവൾ പ്രത്യേകമായിട്ടും പരിശ്രമിച്ചിരുന്നു. അതായത് തൻ്റെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് പോകാതിരിക്കുവാനായി. അതിനാൽ തന്നെ അവൾ അവിടെ ആയിരിക്കുമ്പോൾ അവൾ മറ്റ് സാമൂഹ്യ ശുശ്രൂഷ ചെയ്യാൻ, ആതുര സേവനം ചെയ്യുവാനൊക്കെ ആയിട്ട്, അതോടൊപ്പം തന്നെ തന്നോടൊപ്പമുള്ള ആ സ്ത്രീകളെ തന്നാലാകും വിധം സഹായിക്കുവാനൊക്കെ ആയിട്ട് മാർഗരറ്റ് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു. അതോടൊപ്പം മാർഗരറ്റിൻ്റെ ആ ഒരു ശുശ്രൂഷയിലൂടെ തന്നെ അവൾ കൂടുതൽ ആ നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങി. മാർഗരറ്റ് തൻ്റെ സാമൂഹ്യ സേവനങ്ങളൊക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ അവളുടെ പ്രാർത്ഥനാ ജീവിതം നന്നായി മെച്ചപ്പെടുത്തുവാനായിട്ടും, അതോടൊപ്പം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവൾ ഇത്രയും നാൾ എങ്ങനെ ഒരു പാപകരമായ ജീവിതം നയിച്ചോ അതിനെല്ലാം ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ളൊരു ദൃഢനിശ്ചയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അവൾ സ്വയം എന്തെങ്കിലും ഒരു കഠിനമായ ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്താണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയിരുന്നത്. അപ്പോൾ അതിൽ ഉള്ളതാണ് അവൾ മുള്ളരഞ്ഞാണം ധരിച്ചിരുന്നു. അപ്പോൾ കൂർത്ത മുള്ളുകൾ അവളുടെ ശരീരത്തിൽ കൊള്ളും വിധം വളരെ ഇറുകിയ രീതിയിൽ അവൾ ധരിച്ചിരുന്നു. അതുകൂടാതെ തന്നെ അവൾക്കറിയാം തൻ്റെ സൗന്ദര്യമാണ് മറ്റുള്ളവരെ വഴിതെറ്റിച്ചിരുന്നതെന്ന്. അപ്പോൾ
ബോധപൂർവം അവൾ തൻ്റെ സൗന്ദര്യത്തെ വികൃതമാക്കുന്ന രീതിയിൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. അതായത് മുഖം കത്തി കൊണ്ട് വരിഞ്ഞു കീറുക, അങ്ങനെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വികൃതമാക്കുന്ന രീതിയിൽ അവൾ ചെയ്തിരുന്നു. അങ്ങനെ മാർഗരറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൾ കണ്ണാടിയിൽ മുഖം നോക്കിയിരുന്നത് തൻ്റെ മുഖം എത്രത്തോളം വികൃതമായി എന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മാർഗരറ്റ് തൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ അനുവർത്തിച്ചിരുന്നത്. അവളുടെ കുഞ്ഞും ഇതോടൊപ്പം ഇവളെ കണ്ട് വളരുന്നുണ്ട്. കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് എപ്പോഴും അവളുടെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവൻ പാപത്തിൻ്റെ വിത്താണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവൻ ഇനി ഭാവിയിൽ മുന്നോട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തെറ്റായ ചിന്ത മാർഗരറ്റിനെ എപ്പോഴും അലട്ടിയിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ മാർഗരറ്റ് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാനും അതോടൊപ്പം തന്നെ മകനെ ഇതെല്ലാം പരിശീലിപ്പിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ മാർഗരറ്റിൻ്റെ കുഞ്ഞും ഇതോടൊപ്പം തന്നെ അവളുടെ ആ ഒരു പ്രായശ്ചിത്ത ജീവിതം, പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ആ ഒരു ജീവിതം കണ്ടാണ് കുഞ്ഞ് ഇവളോടൊപ്പം വളരുന്നത്. മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ മാർഗരറ്റിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു തൻ്റെ ആ ഒരു മകനെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, മാർഗരറ്റ് ഏറ്റവും അധികം വിഷമിച്ചിരുന്നു, ഇവൻ പാപത്തിൻ്റെ വിത്തായതുകൊണ്ട് ഇനി വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ദൈവം ആ മകനെ ഏറ്റവും വിശുദ്ധിയുടെ ഒരു വലിയൊരു വജ്രമുത്തായിട്ട് ആ മകനെ വളർത്തിയെന്നുള്ളതാണ്. മാർഗരറ്റിൻ്റെ ജീവിതം കണ്ടു തന്നെ അവൻ പഠിച്ചു. അതിനുശേഷം വളർന്നതിന് ശേഷം അവനൊരു ഫ്രാൻസിസ്കൻ സന്യാസിയായി തീർന്നു. മാർഗരറ്റിനെ പോലെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ് മാർഗരറ്റിൻ്റെ മകനും നയിച്ചിരുന്നത്. അവളുടെ ജീവിതത്തിൽ ഇതുകൂടാതെ നിരവധിയായ സഹനങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന് അവൾക്ക് മാനസിക പീഡനങ്ങൾ ഏറ്റിരുന്നത് ആണ്. അവൾ സ്വയം ഏറ്റെടുത്തിരുന്ന ശാരീരിക പീഡനങ്ങൾ കൂടാതെ അവൾക്ക് മാനസികമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ടായി. അതിലൊന്നാണ് അവൾ ആശ്രമത്തിലായിരിക്കുമ്പോൾ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ. അപ്പോൾ അവരെയായിട്ട് ഇവൾ വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ സ്ത്രീയോട് തുറന്ന് സംസാരിക്കുക പതിവായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാർഗരറ്റ് അതെല്ലാം അവളോട് പങ്കുവച്ചത്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് ആ സ്ത്രീ പ്രവർത്തിക്കുകയുണ്ടായി. ആശ്രമത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഇവർ പുറത്തിറങ്ങി മറ്റ് ഭവനങ്ങളിൽ നിന്നൊക്കെ വീഞ്ഞ് ശേഖരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ചില ഭവനങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ വീഞ്ഞ് വാങ്ങിക്കാൻ തുടങ്ങി. കൂടുതൽ കിട്ടും എന്നുള്ള ഭവനങ്ങളിൽ ചെന്ന് ഇവർ രണ്ടാമതും വീഞ്ഞ് വാങ്ങിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ ചെയ്തിരുന്ന പ്രത്യുപകാരമാണ് മാർഗരറ്റിനെ കുറിച്ചുള്ള അപവാദങ്ങൾ പറയുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ പലയിടങ്ങളിലും ചെന്ന് മാർഗരറ്റിൻ്റെ പഴയ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ഇവരോട് പറയാൻ തുടങ്ങി. നമ്മൾ കണ്ടതാണ് മാർഗരറ്റ് എത്രത്തോളം നല്ല രീതിയിലാണ് സമൂഹത്തിൽ അവരോടൊക്കെ ഇടപെട്ടിരുന്നതെന്ന്. അപ്പോൾ നല്ലൊരു പേര് മാർഗരറ്റിന് സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം പലരും മാർഗരറ്റിനെ സംശയിക്കാൻ തുടങ്ങി, അവളുടെ സ്വഭാവത്തെ സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് വളരെ മോശമായൊരു പേര് പിന്നെ സമൂഹത്തിൽ ഈ ഒരു സ്ത്രീ കാരണമായിട്ട് ഉണ്ടാകാനിടയായി. അങ്ങനെ ഈ വിവരം ആശ്രമത്തിൽ അധികൃതർ അറിഞ്ഞ ശേഷം ഈ സ്ത്രീയെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിനു ശേഷവും മാർഗരറ്റിന് ഇത്തരം സഹനങ്ങൾ, അതായത് മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയും തന്നെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി സ്നേഹത്തോടെ സ്വീകരിക്കുകയും അതെല്ലാം അവൾ തന്നെ ഏൽപ്പിച്ച ആ ഒരു ജോലിയൊക്കെ അവൾ വിശ്വസ്തയോടുകൂടി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അവൾ ഏറ്റെടുക്കുക, സ്നേഹത്തോടെ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി ചെയ്യുവാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചു. പിന്നീട് മാർഗരറ്റിന് ഇതുകൂടാതെ അവൾക്ക് നല്ല അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ സമയങ്ങളിലെല്ലാം സ്പിരിച്വൽ എക്സ്റ്റസി അല്ലെങ്കിൽ ആത്മീയ നിർവൃതി ഉണ്ടാകുന്ന അവസ്ഥ മറ്റു പല വിശുദ്ധരുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിരവധി അനുഭവങ്ങൾ മാർഗരറ്റിൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ഒരിക്കൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ആ ഒരു മുറി മുഴുവൻ പ്രകാശമാനമാകുകയും ഈശോയുടെ ഒരു മാലാഖ വന്ന് ഒരു അമ്പ് അവളുടെ ഹൃദയത്തിലേക്ക് എയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ പെട്ടെന്ന് തന്നെ അവൾക്ക് പെട്ടെന്നൊരു വലിയൊരു ആത്മീയ നിർവൃതി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കപ്പെടുന്ന
ഒരമ്പ് അതായിരുന്നു അവളുടെ ഹൃദയത്തിൽ ആ നിമിഷം തറച്ചത്. അങ്ങനെ ഇതുപോലെ നിരവധി അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ മാർഗരറ്റിനുണ്ടായ ഉണ്ടായിരുന്ന മറ്റൊരു വരമാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലരുടെ ചിന്തകൾ പോലും അവൾക്ക് പറയുവാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ ഒരനുഭവം ഇങ്ങനെയാണ്. ഒരു സ്ത്രീ കുമ്പസാരത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റുപറയാതെ തിരിച്ചു പോരുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ മാർഗരറ്റ് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാർഗരറ്റ് ഇവരുടെ ആ ഒരു പാപജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അവളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്നുള്ളത് ആ സ്ത്രീയോട് മാർഗരറ്റ് പറഞ്ഞ് തുറന്നു കാണിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വാസം വരികയും അതോടൊപ്പം തന്നെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഈ ഒരു അനുഭവത്തിലൂടെ സാധിക്കുകയും ചെയ്തു. ഇതുപോലെ നിരവധി സംഭവങ്ങൾ മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് മാർഗരറ്റിന് സാധിച്ചിരുന്നു. ഇതുകൂടാതെ മാർഗരറ്റിന് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വെളിപാടും നേരത്തെ കിട്ടിയിരുന്നു. അതെന്നായിരിക്കുമെന്നുള്ളത് മാർഗരറ്റിന് നിശ്ചയമായിരുന്നു. 1298 ഫെബ്രുവരി 22 മാർഗരറ്റ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അതിന് ഒരു 6 ദിവസം മുമ്പ് തന്നെ അവൾ വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെയായി, ശരീരം ശോഷിച്ചു, ക്ഷീണിച്ച അവസ്ഥയായി. അപ്പോൾ അവൾക്ക് തന്നെ അറിയാം താൻ ഈ ലോകത്തോട് യാത്ര പറയാനായിട്ട് ഒരുങ്ങുകയാണെന്നുള്ളത്. അങ്ങനെ വളരെ ഒരുക്കത്തോടു കൂടി തന്നെ അവളവിടെ ആയിരുന്നു. ഇതുകൂടാതെ തന്നെ അവൾക്ക് മറ്റൊരു ഭാഗ്യം ലഭിച്ചത് തൻ്റെ കുമ്പസാരക്കാരനായ അച്ഛനെ, ആ വൈദികനെ മരണ ദിവസങ്ങളിൽ തൻ്റെ കിടക്കയ്ക്കരികിൽ അവൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയും അവൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഈ ലോകത്തോട് യാത്ര പറയുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. മാർഗരറ്റിൻ്റെ മരണശേഷം ഇങ്ങനെയാണ് പറയുക, മാർഗരറ്റിനോട് അസൂയ ഉണ്ടായിരുന്നവർ പോലും അവളുടെ മരണശേഷം അവളുടെ മരണ വാർത്ത അറിഞ്ഞ് കരഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻസാണ് മാർഗരറ്റ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെലുത്തിയിരുന്നത്. മാർഗരറ്റിൻ്റെ മരണശേഷം ആ കുടിലിലേക്ക് അനേകർ കാണുവാനായിട്ട്, അവളെ സന്ദർശിക്കുവാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. ആ കുടിലിൽ നിന്ന് വളരെ നല്ല സുഗന്ധം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്നിരുന്നവർ പറഞ്ഞത്. ആ കുടിലിൽ നിന്ന് നല്ല സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ സന്ദർശിച്ചിരുന്നവർ പറഞ്ഞത്. അങ്ങനെ നിരവധി അതിനുശേഷവും മാർഗരറ്റിൻ്റെ മരണശേഷവും മാർഗരറ്റിൻ്റെ മാധ്യസ്ഥത്താൽ നിരവധി അത്ഭുതങ്ങൾ പലരുടെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മാർഗരറ്റിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാം. അവൾ വളരെ പാപകരമായൊരു ജീവിതമാണ് ആദ്യം നയിച്ചിരുന്നതെങ്കിൽ കൂടിയും തമ്പുരാൻ അവളുടെ ആ ഒരു ജീവിതത്തെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ചുകൊണ്ട് തൻ്റെ സ്വന്തമാക്കി തീർക്കുകയും ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരിച്ചുവരവുകളെ ആഘോഷമാക്കുന്നൊരു ദൈവം. നമ്മൾ ഏതൊരു പാപാവസ്ഥയിൽ ആയിരുന്നാൽ കൂടിയും നമ്മൾ തിരിച്ചു വരാനായിട്ടൊരു മനസ്സ് കാണിച്ചാൽ ഏറെ സ്നേഹത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു പിതാവിനെ നമ്മൾക്ക് പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുതന്നെയായിരുന്നു മാർഗരറ്റിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മൾക്കും കാണിച്ചു തരുന്നത്. നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തിരിച്ചെടുത്ത് തോളിലെടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു നല്ല ഇടയനായ കർത്താവിലേക്ക് തിരിയുവാനായിട്ട് നമ്മൾക്കും പരിശ്രമിക്കാം. നമ്മളുടെ പാപകരമായ ജീവിതത്തിൽ നിന്നുള്ള എല്ലാം വിട്ടു നിന്നുകൊണ്ട് തന്നെ തിരിച്ചുവരവിൻ്റെ ആ ഒരു പാത നമുക്ക് മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാം.